ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദീപാവലി റെസിപ്പീസ് അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അവിൽ വെച്ചിട്ട് ഒരു മുറുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് 1 കപ്പ് അവിലെടുക്കണം. അപ്പോൾ അതൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1/2 കപ്പ് നമുക്ക് പൊരികടല അല്ലെങ്കിൽ പൊട്ടുകടല ചേർത്തിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് നമുക്കിതുപോലെ അരിപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. നല്ല നൈസായിട്ടുള്ള പൊടിയാണ് നമുക്ക് കിട്ടാനായിട്ട്. തരി ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പൊടിച്ചിട്ട് നമുക്കിതുപോലെ അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് അതും നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഞാനിപ്പോൾ 125 ml കപ്പിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലെടുക്കുന്നോ അതിനനുസരിച്ച് വേണം എല്ലാം അളവിടാനായിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ വെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. നല്ല വെള്ളം തിളപ്പിച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഈ എടുത്ത അളവിന് 2 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. നല്ല ചൂടുണ്ട് വെള്ളത്തിന്, അതുകൊണ്ട് കൈ കൊണ്ട് ഇളക്കാൻ പറ്റുകയില്ല. അപ്പോൾ സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഉടച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം, ഇപ്പോൾ ഈ അളവിന് 1 കപ്പ് അവിലും 1/2 കപ്പ് പൊട്ടുകടല, 1 കപ്പ് അരിപ്പൊടി, ഈ അളവിന് നമുക്ക് 2 കപ്പ് വെള്ളം വേണ്ടി വന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് അവിലിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരും, അവിലിൻ്റെയും അരിപ്പൊടിയുടെയും ഒക്കെ വ്യത്യാസത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതിയാകും. അപ്പം നല്ലപോലെ ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് ചൂടാറാനായിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. പിന്നെ നമുക്കൊരു ഇളം ചൂടുള്ളപ്പോൾ തന്നെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ നല്ലപോലെ കൈകൊണ്ട് അമർത്തി നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുറുക്കിനുള്ള മാവ് റെഡിയാവും. ഇപ്പോൾ ഈ മാവ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നമുക്ക് മുറുക്കുണ്ടാക്കിയെടുക്കാം. ഈ മുള്ളു മുറുക്കോ അല്ലെങ്കിൽ പ്ലെയിനായിട്ടുള്ള ഇതോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ 3 പ്ലെയിനായിട്ടുള്ള ഹോളുള്ള അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ മുറുക്ക് മേക്കറിലേക്ക് നല്ല എണ്ണ തടവിയതിന് ശേഷം ഈ മാവ് അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ പ്ലേറ്റിലോ വല്ലതും ഇതുപോലെ മുറുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എണ്ണയിലേക്കും പിഴിഞ്ഞ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പായി വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. ഇപ്പം നല്ല ക്രിസ്പായിട്ടുള്ള മുറുക്ക് തന്നെ നമുക്ക് കിട്ടും. നല്ല ഹാർഡൊന്നും ആവാതെ നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ മാവ് എണ്ണയിലേക്ക് പിഴിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള മാവ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.